നോക്കൂ, ഈ ചോദ്യങ്ങളിൽ നേരത്തെ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിൽ സ്വന്തം പഞ്ചായത്തും മണ്ഡലവും നോക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഇന്ത്യ രാജ്യത്തെ എങ്ങനെ നോക്കാൻ കഴിയുമെന്നതാണ് ചോദ്യം. രാഷ്ട്രീയ പ്രേരിതമായി ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യമാണ്. രാഷ്ട്രീയ പ്രേരിതമല്ലല്ലോ, വസ്തുതയല്ലേ. ഇപ്പോ ആ വീടിന്റെ മുന്നിൽ ആ റോഡ് നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മഴക്കാലത്താണ് ആ റോഡ് തകർന്ന് തരിപ്പണായത്. ഇപ്പൊ അത് പ്രത്യേക രീതിയിൽ അഴുക്കുചാൽ ഉൾപ്പെടെ കെട്ടി ആ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കാണ്. ഇപ്പൊ പോവാം ഞാനെ കണ്ടിട്ട് വന്നോളാം. ഇപ്പൊ പോണം, നിങ്ങൾ പോയി നോക്കണം. ആ റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് വി.എസ്. സുനിൽകുമാർ ചേർപ്പ് മണ്ഡലം MLA ആയിരുന്ന കാലത്ത് പൊന്നാനി കോൾ വികസനം, തൃശൂർ പൊന്നാനി കോൾ വികസന പാക്കേജ് കൊണ്ടുവരികയും കോൾ മേഖലയിലെ പാവപ്പെട്ട നെൽ കർഷകരുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ അവർക്ക് ശാസ്ത്രീയമായ മാർഗങ്ങൾ അവലംബിക്കുന്ന രൂപത്തിലുള്ള കാർഷിക ക്ഷേമ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിലൂടെ കോൾ വികസന പദ്ധതി 255 കോടി രൂപ ചെലവഴിച്ച് കൃഷിവകുപ്പ് മന്ത്രിയായിരുന്ന വി.എസ്. സുനിൽകുമാർ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് അതിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ഒച്ച വെച്ച് ഓളിയിട്ടിട്ടൊന്നും വസ്തുതകളെ മറച്ചു പിടിക്കാൻ കഴിയില്ല. ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂര് കുറുക്കഞ്ചേരി സംസ്ഥാന പാതയുണ്ട്. 4 MLA മാര് 2 മന്ത്രിമാർ ഉൾപ്പെടുന്ന 4 ഇത് വി.എസ്. സുനിൽകുമാർ ഇടപെട്ട വിഷയം പറഞ്ഞത്. ഈ വിഷയത്തിൽ ഇതുവരെ ഇടപെട്ടില്ല. 220 കോടി രൂപയുടെ പ്രൊജക്റ്റാ. ആ വഴി കൂടെ സാറിന് പോയി നോക്കിയാൽ മതി എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. 3 മാസം കൊണ്ട് 2022 ഫെബ്രുവരിയിൽ തുടങ്ങിയിട്ട് 3 മാസം കൊണ്ട് പൂർത്തീകരിക്കുന്നു പറഞ്ഞതാ. ഇപ്പൊ ആ വഴി കൂടെ പോകാൻ പറ്റും നോക്കിയാൽ ആ വഴി കൂടെ പോയ ഒറ്റ ആള് LDF നോട്ട് ചെയ്യില്ല. ഈ ഒരു നിർമ്മാണ പ്രവർത്തനം ടാർ ചെയ്യുന്നത് മാറ്റി കോൺക്രീറ്റ് റോഡാക്കി മാറ്റുകയാണ്. മറ്റു തരത്തിലുള്ള ഗതാഗത ക്രമീകരണങ്ങൾക്ക് സൗകര്യം കുറവാണ്. 45 സെന്റിമീറ്റർ കനത്തിൽ 8 മീറ്റർ വീതിയിൽ കോൺക്രീറ്റ് റോഡ് 50 വർഷക്കാലത്തേക്ക് ഗ്യാരണ്ടി നൽകാൻ കഴിയുന്ന റോഡാണ്. ആ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോ ഇപ്പൊ നേരിടുന്ന പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് ഗതാഗതം വഴിതിരിച്ചു വിടാൻ മറ്റു മാർഗങ്ങളില്ല. ആ റോഡിലൂടെ മാത്രമേ കടന്നു പോകാൻ കഴിയുകയുള്ളൂ. ശ്രീകുമാർ, താങ്കൾക്ക് നേരെ ഉയർന്ന രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് കൂടിയുള്ള മറുപടി. ഈ സന്ദീപേട്ടന്റെ സംസാരം കണ്ടപ്പോൾ ഒരു സഹതാപം തോന്നി. രാജ്യത്തെ ജനാധിപത്യം മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കുന്നുവെന്ന് ഇവർ പാർട്ടി ഓഫീസിന് കൊടുത്ത വാചകമാണ്. സത്യത്തിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പറിൽ മരപ്പട്ടിയും ഈനാമ്പജിയും കയറാതിരിക്കാനുള്ള മത്സരം മാത്രമാണിത്. അതിനപ്പുറത്തേക്കുള്ളൊരു മത്സരമില്ല. സ്വന്തം തറവാട് പോലെ ഉണ്ടായിരുന്ന സ്ഥലം അമേഠി. ആ അമേഠിയിൽ നിന്ന് വയനാട്ടിൽ ഓടി വന്നേക്കാം മത്സരിക്കാൻ. ഡോക്ടർ അരുൺ, വഴങ്ങുന്നത് പേടിച്ചുകൊണ്ടല്ല, സുഗമമായ ചർച്ച നടക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഇനി രാജസ്ഥാനിലെ വേവലാതി അറിയൂ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പെറ്റിട്ട സ്ഥലം എന്ന് പറയുന്ന കണ്ണൂരിലെ പിണറായി പാറിപ്രം എന്ന് പറഞ്ഞതുപോലെ രാജസ്ഥാനിലൊരു സ്ഥലമുണ്ട്, സിക്കാർ. ആ സിക്കാറിൽ മത്സരിക്കുന്ന CPM സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിന്റെ കൂടെ വെച്ചുള്ളത് ആരാണെന്ന് നോക്ക്. KC വേണുഗോപാലിന്റെ ഫോട്ടോയാണ്. ഇവിടത്തെ ഈ LDF-കാരനെ സംബന്ധിച്ചോളം പല സംസ്ഥാനങ്ങളിലും ബീഹാറിൽ മരപ്പട്ടിയെയും ഈനാമ്പേജിയും പേടിക്കുന്ന ഇനി ഗ്യാരണ്ടി. അരുൺ, ഞങ്ങളെ തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാലേ ആട്ടുന്നിടത്തത് ചെന്നാൽ പിണ്ണാക്ക് കൊടുക്കാത്തവൻ വീട്ടിൽ ചെന്നാൽ വെളിച്ചെണ്ണ കൊടുക്കുന്ന ഒരു പഴഞ്ചൊല്ലി തൃശ്ശൂർ പറയും. അതായത് വെളിച്ചെണ്ണ ആട്ടുന്ന സ്ഥലത്ത് പിണ്ണാക്കായി വേസ്റ്റ് കൊടുക്കില്ല, എന്നിട്ട് അവന്റെ വീട്ടിൽ പോയി വെളിച്ചെണ്ണ കിട്ടുന്ന പറഞ്ഞ അതുപോലെയാണ് 6 വർഷം 2 മോഡി സർക്കാരിൽ MP ആയിരുന്നു ഈ പറയുന്ന മഹാൻ സുരേഷ് ഗോപി. അന്ന് ഒരു കേന്ദ്രമന്ത്രി വന്നില്ല. എന്നിട്ട് ഇപ്പൊ പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2 വർഷ ഇടവേളയിൽ തൃശ്ശൂരിൽ വന്ന് 3ാം സ്ഥാനത്തിന് മത്സരിക്കുന്ന സുരേഷ് ഗോപി ഇനി കേന്ദ്രമന്ത്രിയാവുന്ന പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? അതായത് 2 തവണ സാധ്യത ഉണ്ടായിരുന്നു, പറ്റില്ല. ഇന്ത്യ മുന്നണി ഒറ്റ കുടുംബം. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് കൃഷ്ണൻകുട്ടിയുടെ പാർട്ടി ഏതാണെന്ന് സന്ദീപും അതുപോലെ ഇദ്ദേഹം പറയട്ടെ. സന്ദീപ് ഇപ്പൊ പറയും കേരളം ഒരു യൂണിറ്റ് ആണ്, കർണാടക വേറെ യൂണിറ്റ് ആണ്. ഡോക്ടർ അരുൺ, ഇതിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് പറയുന്നു ഞങ്ങൾ NDയുടെ കൂടെയാണെന്ന്. ഈ സംസ്ഥാനത്ത് പറയുന്നുണ്ട്. ഇതിൽ ഏതാണ് അതെ,
സന്ദീപ് എനിക്കൊരു ഇടവേള ഞാൻ പോയിട്ട് രണ്ട് കാര്യങ്ങൾ. അതായത് ശ്രീകുമാരേട്ടൻ പറയുന്നത് കേട്ടു സുരേഷ് ഗോപിയുടെ തൊഴിലിനെ കുറിച്ച്. ഈ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെ ഓടി നടന്ന് തോറ്റ വേറൊരാളില്ല. തൃശ്ശൂര് 998 തോറ്റു, വടക്കാഞ്ചേരിയിൽ തോറ്റു, നേമത്ത് തോറ്റു. അങ്ങനെ തോറ്റ തോൽവിയിൽ നിന്നും തോൽവിയിലേക്ക് പറന്നു നടക്കുന്ന ദേശാടന പക്ഷിയാണ് കെ മുരളീധരൻ. ഇനി നിക്കട്ടെ. പിന്നെ സ്വർണ്ണ കിരീടത്തിന്റെ കാര്യം ഒരു സഖാവ് ചോദിച്ചു. സ്വർണ്ണ കിരീടത്തിന്റെ കാര്യം എന്താണ്? ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയ മുഴുവൻ ഹിന്ദു വിശ്വാസികളുടെയും നെഞ്ചിൽ മുറിവേറ്റിയ സഖാക്കള്, അമ്പലം മിണുങ്ങാൻ കൈയിട്ട് വാരാനും അല്ലാതെ അമ്പലത്തിൽ കയറുന്ന സഖാക്കൾക്ക് ഇപ്പൊ മാതാവിനൊക്കെ വിശ്വാസം വന്നു തുടങ്ങി. ഇത് ഈശ്വരന്റെ കളിയാ, അയ്യപ്പസ്വാമിയുടെ ശബരിമല ശാസ്താവിന്റെ കളിയാ. പിന്നെ ശബരിമല ശാസ്താവാണ് അമ്പലം വിഴുങ്ങി കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് ദൈവങ്ങളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. അമ്പലം വിഴുങ്ങികള് കമ്മ്യൂണിസ്റ്റുകാര് ദൈവങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു. അയ്യപ്പൻ ഇതല്ലേ പണി? തൃശ്ശൂരിലെ ലൂർദ് മാതാവിന്റെ കിരീടത്തിൽ എത്ര ചെമ്പോണ്ട് നോക്കല്. അത് വിട്, വിഷയത്തിലേക്ക് പോവാ. തീർച്ചയായിട്ടും അല്ല, ലൂർദ് മള്ളി മാതാവിന് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹവുമായി ഇഷ്ടമുള്ളത് കൊടുത്തു. അത് ചോദിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരാണ് ചുമതലപ്പെടുത്തുന്നത്. അതിനൊരു കമ്മ്യൂണിസ്റ്റുകാരുടെ വിശ്വാസമാണ്. അവനവന്റെ വിശ്വാസത്തിനനുസരിച്ച് ആർക്കും ഏത് കാണിക്കുകയും നൽകാം. അതെന്നാൽ പിണറായിയുടെ മാസപ്പടി മകളെ ഉൾപ്പെടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരെയും ഞങ്ങൾ വിളിച്ചിട്ടില്ല. മകളെ അരിമണൽ കർത്തമാരുടെ അടുത്തയച്ച് മാസപ്പടി വാങ്ങി നക്കുന്ന ഒരു തന്തയും BJP-യിലില്ല. ഇലക്ട്രൽ ബോണ്ട് വാങ്ങി കഴിക്കുന്നത് ആരാ? അല്ല, ഇലക്ട്രൽ ബോണ്ട് സുനിൽകുമാർ പാർലമെന്റിൽ പോയി ദേവായിരിക്കും, പോയിക്കൊണ്ടിരിക്കും.